ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 5 ഇൻ ടോട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രീം കേക്ക് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 3/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ അത് ബീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 250 ml ഒരു കപ്പാണ്. 3 ടീസ്പൂണ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്തിട്ടുള്ള ബാറ്ററിലേക്ക് നമുക്ക് ഈ മൈദയുടെ മിക്സ് ഒന്ന് അരിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചായിട്ട് അരിച്ച് അതിലേക്ക് 1/2 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. പാല് കുറച്ചായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കണം. മൈദ ഇട്ട മിക്സ് ഇട്ടതിൻ്റെ മേലെ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ കുറച്ചായിട്ട് മൈദയും പാലും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ബട്ടർ പേപ്പറൊക്കെ ഓയിൽ തടവിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ 150 ഡിഗ്രിയിൽ 1/4 മണിക്കൂർ വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ അടുത്തത് ചോക്ലേറ്റ് മൂസി ഉണ്ടാക്കാം. അതിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിന് തിളക്കണ വെള്ളത്തിൻ്റെ മേലെ ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 കപ്പ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലപോലെ മെൽറ്റാക്കി എടുക്കാം കേട്ടോ. ഇത് മെൽറ്റായ ശേഷം ഇതിലേക്ക് ചെറിയ ചൂടോട് കൂടിയുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കുറച്ച് നേരം വെച്ചാലും മതി. അപ്പോഴും മെൽറ്റായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലപോലെ മിക്സാക്കിയ ശേഷം ഇതിൻ്റെ പകുതി മാറ്റി കൊടുക്കാം. ഇതൊന്ന് പകുതി മാറ്റിയ ശേഷം അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്നും കൂടി മിക്സാക്കി വെക്കാം. മാറ്റി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇതൊന്ന് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ കേക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് അതിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിന് മേലെ ചോക്ലേറ്റ് മൂസി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് എല്ലായിടത്തും ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ഇത് സെറ്റായ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റായ ശേഷമാണ് കേട്ടോ ഈ ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ചോക്ലേറ്റ് ഒന്ന് കട്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂടുവെള്ളത്തിന് മേലെ ഒന്നും കൂടി വെച്ച് ഇതുപോലെ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് വേണം ഇതിന് മേലെ ചേർക്കാൻ. അപ്പോൾ നട്ട്സ് ഇട്ടിട്ടുള്ള ചോക്ലേറ്റും ഇതിന് മേലെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ ഇതൊന്ന് സെറ്റാവും. സെറ്റായ ശേഷം വേണം ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് ഒരു ലെയറും കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി 5 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെച്ചെടുക്കാം. 1/4 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതിന് മുമ്പ് ഞാൻ ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കാതെയാണ് ചോക്ലേറ്റ് ഞാൻ മെൽറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊഴിക്കുമ്പോൾ നമുക്കത് സ്പൂൺ കൊണ്ട് തട്ടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഓയിൽ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഓയിൽ ഒഴിച്ച് നല്ലപോലെ ലൂസായ ശേഷം വേണം കേട്ടോ നമുക്കിതിൻ്റെ മേലെ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒന്ന് ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ മേലെ വെച്ച് ഒന്നുകൂടി ഒന്ന് ലൂസാക്കിയിട്ട് വേണം ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാൻ. ഇനി അതിന് മേലെ കൊക്കോ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഡ്രീം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.